Hi friends, welcome to English Mithra and welcome to FAQ session. So in the FAQ session, നിങ്ങൾ തന്നിട്ടുള്ള comment section തന്നിട്ടുള്ള കുറച്ച് doubts എടുത്തിട്ട് അതിന്റെ answers ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. So first ഞാൻ തുടങ്ങാം. ശീലമാക്കുന്നില്ലെങ്കിൽ തുടങ്ങിക്കോ. ഞാനത് വെറുതെ പറഞ്ഞ. I was just kidding. Okay, I was just kidding. Yeah. So kidding ന്റെ ing കണ്ട് പേടിക്കൊന്നും വേണ്ട. It's a phrase, അല്ലാതെ ഇത് grammatically പറയുന്നതല്ല. അല്ല ഇതിലെ ഗ്രാമർ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ing വന്നു എന്നൊന്നും. It's a phrase like she said. Yeah. Next question. ഞാനത് അറിയാതെ ചെയ്തതാ. ഒന്നു. ഞാൻ അറിയാതെ ചെയ്തതാ. It was unintentional. I didn't mean it. I did it by mistake. ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. I didn't mean it. I did it by mistake. It was unintentional. So it was unintentional is more of a formal usage. അത് നിങ്ങൾക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം. That's not what I mean. That's not what I meant. അല്ലെങ്കിൽ I did by mistake ഒക്കെ casual conversation. Yes. Okay. നിങ്ങൾ ഇതും കൂടി കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകൂ. Are you taking this along too? Yeah. Like TWO question mark? Yeah, TWO is used to ഇതും കൂടെ എന്നുള്ള രീതിയിൽ. ഇതും കൊണ്ടുപോകുന്നുണ്ടോ? ഇതും എന്നുള്ള രീതിയിൽ. അതെ. So, again. Next. Am I supposed to Yes, ask? Okay. Get through ന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാവോ? So get through is used in two different ways. ഒന്ന് നമ്മൾ പാസ് ആവുക എന്നുള്ളൊരു അർത്ഥമുണ്ട്. I didn't get through the interview അല്ലേ? Or even the test എനിക്ക് പറയാൻ തോന്നുന്നു. I didn't get through IELTS. Yeah. Okay, നിന്റെ ഇത് തന്നെ എടുക്കാം. I didn't get through IELTS എന്ന് വെച്ചാൽ ഞാൻ IELTS പാസ് ആയില്ല എന്നാണ് അർത്ഥം. Then again you can use this phrase when you call someone and the call didn't connect. നിങ്ങൾ ഒരാളെ വിളിച്ചു, കോൾ കണക്ട് ആയിട്ടില്ലെങ്കിൽ I couldn't get through him എന്ന് വെച്ചാൽ എനിക്ക് അയാളെ വിളിക്കാൻ കഴിഞ്ഞില്ല, കോൾ കണക്ട് ആയില്ല എന്നാണ് അർത്ഥം വരുന്നത്. Okay. അപ്പോൾ അതൊരു ഫ്രേസൽ വെർബ് ആണ്. പല യൂസേജ് ഉള്ള ഫ്രേസൽ വെർബ് ആണ്. ഇനിയുണ്ട് യൂസേജസ്, ബട്ട് then again ഇതാണ് ബേസിക് യൂസേജസ്. Common also. Yeah, very common. Okay. ഞാൻ ആലോചിക്കണ്ടേ, ക്യാൻ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ബ്രോക്ക് ഡൗൺ ബി യൂസ്ഡ് ഫോർ അതർ മെഷീൻസ് അതർ ദാൻ കാർസ്? You can use it like ഇപ്പം വെഹിക്കിൾസിനാണെങ്കിലും അല്ലാതെ കമ്പ്യൂട്ടർ, മെഷീൻസ്, whatever machines or vehicles, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതെ, ഇതിൽ ഏതിനു വേണ്ടിയാണെങ്കിലും നമ്മൾക്ക് വർക്ക് ചെയ്യാതാവുന്ന പോയിന്റിൽ we can say the car broke down പോലെ തന്നെ the laptop broke down. My phone is not. Usually will be like the laptop stopped working or stopped functioning എന്നൊക്കെ. My phone is broken നമുക്ക് പറയാം. It's broke അല്ലേ? The phone is broken എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ ഞാൻ പറയുന്ന കേട്ടില്ല. ബട്ട് ഫോർ മെഷീൻസ് ലൈക്ക് ഹ്യൂജ് മെഷീനറീസ് ആൻഡ് ഓൾ യു ക്യാൻ യൂസ് ബ്രേക്ക് ഡൗൺ. വാഷിംഗ് മെഷീൻ അതിൻ്റെയൊക്കെ കേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് യൂസ്ഡ് ഫോർ വിത്ത് മെഷീൻസ്, അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് കേംബ്രിഡ്ജ് ഡിക്ഷണറി പറയുന്നത്. അതെ. സോ yes, next question. I am supposed to ask, right? Yeah, right. How was your day? ഇതില് ഇന്നത്തെ എന്നുള്ള വേർഡ് വരുന്നില്ലല്ലോ. അപ്പൊ ഹൗ വാസ് യുവർ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഇന്നത്തെ വരുന്നില്ലല്ലോ. സോ വൈ നോട്ട് ഹൗ വാസ് യുവർ ഡേ ടുഡേ? ദാറ്റ് ഈസ് അൺനെസസറി. ഒരു റിഡൻഡൻസി ആണെന്ന് പറയാം ടുഡേ അവിടെ യൂസ് ചെയ്യുന്നത്. നോബഡി വിൽ കം ആൻഡ് ആസ്ക് യു ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരിക്കലും അർത്ഥം ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരിക്കില്ല. How was your day is used to ask about the present day period. Right. Okay, so if you want to ask about somebody's weekend and all, you will ask how was your weekend? How was last month? How was last year? How was 2022 for you? So specific ആയിട്ട് പറയും. How was your wedding day? So if you're asking about how was your Sunday, so if you're asking about if you're asking a person how was your day, അല്ലെങ്കിൽ if someone asks you how was your day, it's specifically intentionally they are asking about that particular day. ആ ദിവസത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇന്നലെ കുറിച്ചോ നാളത്തെ കുറിച്ചോ അല്ല. You should not ask how was your day today. It's a redundancy. It's really doesn't even suit. Don't use that. There is no need for that. When you ഈ ഡേയുടെ മുന്നേ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാതെ നമ്മൾ ഡേ എന്ന് പറഞ്ഞാൽ that is today. It is already clear. It is there. Okay, you just don't want to add. അല്ലെങ്കിൽ the day എന്ന് യൂസ് ചെയ്യാം. If you are specifying a particular day, specifically ഒരു ഡേയെ കുറിച്ചാണ് ചോദിക്കുന്നത്, പക്ഷേ you and the other person know about that particular day, you can ask how was the day. പക്ഷെ അന്നപ്പം ഞാൻ ഹൗ വാസ് ദ ഡേ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി ഷുഡ് റിമെമ്പർ ഇന്ന ദിവസം ചോദിക്കുന്നെങ്കിൽ രേവതിക്ക് മനസ്സിലാവണം, എനിക്ക് മനസ്സിലാവുന്ന കേസിലാണ്. റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ രേവതിയാ ചോദിക്കണ്ടേ. ബ്ലണ്ടറുടെ അർത്ഥം മണ്ടത്തരം എന്നാണോ?
അതെ, ശുദ്ധമണ്ടത്തരം എന്നുള്ളൊരു ഇത്. ഓക്കെ, നീ ഓക്കെ, വെരി ഗുഡ്. ദാറ്റ്സ് ദിസ് ക്വസ്റ്റ്യൻ ടേൺഡ് ഔട്ട് ടു ബി യോഴ്സ്. നീ എന്നെ കാണുന്നതിനും അറിയുന്നതിനും കുഴപ്പമില്ല, അത് മറ്റൊരാളിലൂടെ ആവുന്നതാണ് കുഴപ്പം. നീ എന്നെ കാണുന്നതിനും അറിയുന്നതിലും കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇഫ് യു സീ മീ ഓർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. പിന്നെന്താ, അത് മറ്റൊരാളിലൂടെ ആവുന്നതാണ് കുഴപ്പം. The problem starts when you try to do it through someone else. അതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ. ടു another person or someone else എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ എനിവേ ഷീ ഓർ ഹീ ഈസ് പിസ്ഡ് ഓഫ്. എന്തായാലും നല്ല ദേഷ്യത്തിലാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നില്ല. ദിസ് ഇസ് ദ ട്രാൻസ്ലേഷൻ ഇഫ് യു വാണ്ട് ഇറ്റ്. ഓക്കെ, ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഡ്രോയിങ് ചെയ്യാറുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇത് നമ്മൾ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ മതി. ഐ ഹാവ് ബീൻ ഡ്രോയിങ് സിൻസ് ചൈൽഡ്ഹുഡ്. സിൻസ് മൈ ചൈൽഡ്ഹുഡ്. യാ, അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഐ യൂസ് ടു ഡ്രോ വെൻ ഐ വാസ് എ ചൈൽഡ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് മീൻസ് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്തിട്ടില്ല. വെൻ യു ഓൾറെഡി എഴുതാനാണെങ്കിൽ യു ക്യാൻ സേ ഐ യൂസ് ടു ഡ്രോ വെൻ ഐ വാസ് എ ചൈൽഡ്. അത് പറയാൻ പറ്റത്തില്ല. ഐ ഹാവ് ബീൻ ഡ്രോയിങ് സിൻസ് ഐ വാസ് എ ചൈൽഡ് ടിൽ ദ ഡേ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ബട്ട് ഇറ്റ്സ് അൺനെസസറി കോംപ്ലിക്കേറ്റ് ചെയ്യാണ്. ഈ ഒരു സെന്റൻസും കൊണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കല്ല, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അയ്യോ, അത് എനിക്കാണ്. എനിവേ ഐ ആസ്ക്ഡ്, റൈറ്റ്? യു ക്യാൻ സേ പ്ലീസ് ഡോണ്ട് ബോദർ മീ, ലെറ്റ് മീ ലിവ് മൈ ലൈഫ്. ഓഫ്, എന്താ അടിപൊളിയാണ്. ലെറ്റ് മീ ലീവ് മൈ ലൈഫ്, ലെറ്റ് ദ അതർ പേഴ്സൺ ലീവ്. അവരങ്ങ് ജീവിക്കാൻ സമ്മതിക്കാം. ഓക്കെ, ദാറ്റ്സ് ദാറ്റ്. ഞങ്ങളാണെങ്കിൽ റൈറ്റ് നൗ വി ആർ അറ്റ് എവിടെയാ? മറൈൻ ഡ്രൈവോ? മറൈൻ ഡ്രൈവ് ആണോ അബ്ദുൽ കലാം മാർഗാണോ? മറൈൻ ഡ്രൈവ് ആണെന്നാണ് വെച്ച് പറയുന്നത്. അപ്പോൾ മറൈൻ ഡ്രൈവ്. സോ മറൈൻ ഡ്രൈവിലാണ് ഞങ്ങൾ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ലൊരു ലൊക്കേഷൻ തപ്പി നടക്കായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, സാഡ്ലി ഒരു സ്ഥലം പോലും ഇല്ല നല്ലത്. എല്ലാം നല്ലതെന്ന് സെൻസ് സീനിക്കലി നല്ലതായിരിക്കും, പക്ഷേ സ്ഥലമൊന്നും വൃത്തിയില്ല. എല്ലായിടത്തും കവറും ഗ്ലാസും കുപ്പിയും എല്ലാം ഇവിടെ തറയിലിട്ടിട്ട് പോയേക്കാം. പിന്നെ ഐ ഡോണ്ട് ബ്ലെയിം ദ പീപ്പിൾ, കാരണം വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ ഇവിടെ കണ്ടില്ല. സോ ബട്ട് സ്റ്റിൽ നിങ്ങളുടെ വേസ്റ്റ് നിങ്ങൾ തന്നെ ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് വേസ്റ്റ് എസ്പെഷ്യലി. ഇവിടെ തൂത്തുവാരനൊന്നും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. ബട്ട് ട്രൈ ടു ക്യാരി യുവർ വേസ്റ്റ് പേപ്പേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് ആൾ. അല്ലെങ്കിൽ ദർ ഷുഡ് ബി എ വേസ്റ്റ് ബിൻ, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദർ. ട്രൈ ടു കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മളെല്ലാവരോടും ശ്രമിച്ചാൽ ഇവിടെ വന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ബട്ട് അബ്ദുൽ കലാം മാർഗിൽ ആ പ്രശ്നമില്ല, അവിടെ ആ പ്രശ്നമില്ല. ഇവിടെയാണ് മറൈൻ ഡ്രൈവ്. അതെ, ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. സോ ലെറ്റ്സ് എൻഡ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കുക, എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. So till the next video, this is Revati Krishnan and Aksa Abraham signing off from English Mithra. Thank you and have a great day. Bye bye. English Mithra. Stop worrying, start learning.